പരീക്ഷ വന്ന് തലയിൽ കയറിയപ്പോഴാണോ പുസ്തകം തുറക്കുന്നത് എന്നുള്ളത് പഴയ ഒരു പരിഹാസമായിരുന്നു. ഇപ്പോ പരീക്ഷയുടെ തലേന്ന് രാത്രി 9 മണിക്കും 10 മണിക്കുമൊക്കെ ആരംഭിക്കുന്ന യൂട്യൂബ് ലൈവുകൾ കാണാൻ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികൾ. വർഷം മുഴുവൻ ഉഴപ്പി നടന്നാലും തലേന്ന് രാത്രി 9-ന് ആരംഭിക്കുന്ന ലൈവ് കണ്ടാൽ മതി സമ്പൂർണ്ണ A+ എത്താൻ എന്നതാണ് പുതിയ സൂത്രവാക്യം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ വരെ കാശു കൊടുത്ത് പോറ്റിയിരുന്ന ബൈജൂസ് എന്ന ട്യൂഷൻ ഭീമൻ സാമ്പത്തികമായി വീണു. പക്ഷേ ആ മാതൃകയിൽ തുടങ്ങിയ ഒരു ഡസനിലേറെ ട്യൂഷൻ സ്ഥാപനങ്ങൾ ഇന്ന് നാടു നിറഞ്ഞു നിൽക്കുകയാണ്. ആ സ്ഥാപനങ്ങളുടെ USP അഥവാ യുണീക്ക് സെല്ലിംഗ് പോയിന്റ് പരീക്ഷാ തലേന്നുള്ള ലൈവാണ്. പിറ്റേന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാനിടയുള്ള ചോദ്യങ്ങൾ ഒരു പരീക്ഷയ്ക്ക് 10 എണ്ണം ശരിയായാൽ തന്നെ സബ്സ്ക്രൈബേഴ്സ് 10 മടങ്ങ് കൂടുന്ന മായിക കാഴ്ച. സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ കടക്കിൽ കത്തിവെക്കുക കൂടിയാണ് ശൂന്യതയിൽ നിന്നെത്തുന്ന പോലെ ചോദ്യങ്ങൾ സൃഷ്ടിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. പതിരോ കതിരോ ഈ ഫുൾ A+. പ്രവചനവും ദീർഘദശിത്വവുമല്ല, നല്ല ഒന്നാന്തര തട്ടിപ്പാണ് ഈ ഓൺലൈൻ ട്യൂഷൻ സ്ഥാപനങ്ങളിൽ ചിലതെങ്കിലും നടത്തുന്നത്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് തന്നെ അത് വ്യക്തമായതുമാണ്. നാളത്തെ പരീക്ഷയ്ക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങൾ എന്ന് തലേന്ന് രാത്രി 9 മണിക്ക് പ്രവചിക്കുക മാത്രമായിരുന്നില്ല, ഈ ചോദ്യങ്ങളുടെ ക്രമത്തിൽ വരെ പറയുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രവചനം നടത്താൻ പോൾ നീരാളിക്ക് പോലും കഴിയുമായിരുന്നില്ല. ഓരോ ഫുട്ബോൾ മത്സരത്തിന് മുൻപും പോള് പോലും ചെയ്തിരുന്നത് 2-1 പറയുക മാത്രമാണ്. ആ പ്രവചനം നടത്തിയിരുന്നത് പോൾ ആയിരുന്നില്ല. കളിയെ നഖശിഖാന്തം വിലയിരുത്തിയിരുന്ന മനുഷ്യൻ കണ്ടെത്തുന്ന ഉത്തരം ആ നീരാളിക്ക് ഫീഡ് ചെയ്യുകയായിരുന്നു. ഇവിടെ ഒറിജിനൽ ചോദ്യക്കടലാസ് കയ്യിൽ കിട്ടാതെ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല ക്രമനമ്പർ സഹിതമുള്ള ഈ പ്രവചനം. കഴിഞ്ഞ വർഷത്തെ ആ യൂട്യൂബ് പ്രവചനവും പിറ്റേന്ന് വന്ന ചോദ്യക്കടലാസും കണ്ടവർക്കെല്ലാം ഒരു കാര്യം വ്യക്തമായി: പരീക്ഷയുടെ പ്രവചന നീരാളിമാർ ചോർത്തയെടുത്ത ചോദ്യക്കടലാസ് പിടിച്ചാണ് ട്യൂഷൻ സെന്ററിലെ ഈ ഹലോ ഗായ്സ് കുട്ടപ്പന്മാർ നാടകമൊക്കെ കളിച്ചത്. 10ാം ക്ലാസ്സിലെയും +1-ലെയും ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ക്രിസ്മസ് പരീക്ഷയ്ക്കുള്ള ചോദ്യക്കടലാസുകൾ പൊതുപരീക്ഷയ്ക്ക് എന്നതുപോലെ പൂർണ്ണ രഹസ്യ സ്വഭാവം സൂക്ഷിച്ച് തയ്യാറാക്കുന്നതാണ്. ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നതിനായി സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്ന SCERT ശില്പശാല സംഘടിപ്പിക്കുന്നു. പല സംഘങ്ങളായി അധ്യാപകർ നിശ്ചിത മാതൃകയിൽ ചോദ്യങ്ങൾ തയ്യാറാക്കുന്നു. ഈ ചോദ്യങ്ങളിൽ നിന്ന് കൂട്ടിക്കലർത്തി 4-5 പേർ മാത്രം അറിഞ്ഞ് 2 സെറ്റ് ചോദ്യക്കടലാസ് തയ്യാറാക്കുന്നു. ഇവ രണ്ടും കേരളത്തിന് പുറത്തുള്ള പ്രസ്സിലേക്ക് അയക്കുന്നു. ആ പ്രസ് ഏതെന്നറിയാവുന്നത് 2-3 ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ്. അച്ചടി തുടങ്ങുന്നതിന് മുൻപ് മാത്രം അവയിൽ ഏത് വേണം എന്ന് ചോദ്യക്കടലാസ് നമ്പറുകളിൽ ഒന്ന് നറുക്കിട്ട് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുന്നു. ആ ചോദ്യക്കടലാസ് അച്ചടിക്കുന്നു. അച്ചടിച്ച് വരുമ്പോൾ തന്നെ പാക്കിങ്ങും നടക്കുന്ന ഓട്ടോമാറ്റഡ് സംവിധാനത്തിലാണ് നിർമ്മാണം. ഇവ AEOമാർക്ക് സുരക്ഷിതമായി സീൽ ചെയ്ത് കവറുകളിൽ എത്തിക്കുകയാണ്. ഇതിനിടയിൽ ചോരാൻ സാധ്യതയുള്ളത് 2 ഘട്ടത്തിലാണ്. ഒന്ന് അച്ചടിക്കുന്ന പ്രസ്സിൽ നിന്ന്, അതല്ലെങ്കിൽ ജില്ലാ കേന്ദ്രങ്ങളിലെ വിദ്യാഭ്യാസ ഓഫീസിൽ നിന്ന്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയ്ക്ക് ചോദ്യക്കടലാസ് ചോർന്നു എന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ വകുപ്പിലെ ചിലരും കേരള പോലീസും മാത്രമായിരുന്നു. ഈ 2 സംവിധാനത്തിനും അത് മനസ്സിലായിരുന്നു എങ്കിൽ ആ ട്യൂഷൻ സെന്റർ പിന്നാലെ വന്ന പൊതുപരീക്ഷകൾക്കും കഴിഞ്ഞ ഓണപരീക്ഷയ്ക്കും ഇപ്പോഴത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്കും ഈ നാടകം കളിക്കുമായിരുന്നില്ല. നടത്തിപ്പുകാരും ജനറൽ മാനേജർമാരും വിരമിച്ച വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. അവർക്കാണ് ചോദ്യക്കടലാസ് ചോർച്ചയുടെ മുഖ്യ ആസൂത്രണം. അതുകൊണ്ട് അച്ചടിച്ചു വരുന്ന ചോദ്യക്കടലാസുകൾ AEO ഓഫീസിൽ നിന്നാണ് ചോരുന്നത് എന്ന് കരുതാൻ പറ്റില്ല. SCERTയുടെ ചോദ്യക്കടലാസ് ശില്പശാലയിൽ നിന്ന് മുഴുവൻ ചോദ്യങ്ങളും അടിച്ചു മാറ്റിക്കൊണ്ടുവരുന്നവരുണ്ട്. ഈ ചോദ്യങ്ങൾ മാത്രം അടിസ്ഥാനമാക്കിയാണ് വിദ്യാർത്ഥികളുടെ പഠനം പോലും ചിട്ടപ്പെടുത്തുന്നത്. പാരാവാരം പോലെ കിടക്കുന്ന സിലബസോ നദികൾ പോലെ ഒഴുകുന്ന പാഠപുസ്തകങ്ങളോ അവിടെ പഠനത്തിന് ആവശ്യമില്ല. ഇന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടിയും രക്ഷിതാവും നേരിടുന്ന ചോദ്യം ഫുൾ A+ ഇല്ലേ എന്നത് മാത്രമാണ്. ആ ഫുൾ A+ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും മാത്രമാണ് പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിന് വളം വെച്ചു കൊടുക്കാനാണെങ്കിൽ ക്വസ്റ്റ്യൻ ബാങ്ക് മാത്രം വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയാൽ പോരെ? അവയുടെ ഉത്തരങ്ങൾ മാത്രം കുട്ടികൾ പഠിച്ചാലും മതിയല്ലോ. കോവിഡ് അനന്തര കേരളത്തിലെ സമ്പൂർണ്ണ വിജയങ്ങൾക്കു പിന്നിൽ ഈ ചോദ്യക്കടലാസ് കേന്ദ്രീകരിച്ചുള്ള പഠനത്തിന് വലിയ പങ്കുണ്ട്. ക്വസ്റ്റ്യൻ ബാങ്കുകളൊക്കെ പണ്ടുമുണ്ടായിരുന്നു.
അത് പക്ഷേ സിലബസ് പഠനം പൂർത്തിയാക്കിയ ശേഷം സാധ്യതകൾ അറിയുന്നതിന് മാത്രം പ്രയോജനപ്പെടുത്തിയിരുന്നതാണ്. കോഴിക്കോട് ആസ്ഥാനമായ ട്യൂഷൻ സ്ഥാപനം കഴിഞ്ഞ തവണ ചോദ്യക്കടലാസ് ചോർത്തി എന്ന കാര്യം ഒരു സംശയവുമില്ലാതെ വ്യക്തമായതാണ്. വിദ്യാഭ്യാസ വകുപ്പിലെ അന്വേഷണത്തിൽ അത് തെളിയുകയും ചെയ്തു. എന്നിട്ടും ആ സ്ഥാപനം അതേ നിലയ്ക്ക് വീണ്ടും പ്രവർത്തിച്ചു. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് പരീക്ഷയ്ക്കു ശേഷം സ്ഥാപനത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ DDEക്ക് കത്തയച്ചു. പോലീസ് പരാതി നൽകി സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. പേരിന് ഒരു പരാതി നൽകിയെന്നല്ലാതെ ഒരു തുടർ നീക്കവും ഉണ്ടായില്ല. ആ സ്ഥാപനം പിന്നെയും പൂർണ്ണ നിലയിൽ പ്രവർത്തിച്ചു. ഇക്കൊല്ലം ഓണപരീക്ഷയുടെ ചോദ്യങ്ങൾ ഒരു പടി കൂടി കടന്ന് യൂട്യൂബിൽ തന്നെ പ്രദർശിപ്പിച്ചു. അച്ചടിച്ച ചോദ്യക്കടലാസ് വീഡിയോ ആക്കി കാണിക്കണമെങ്കിൽ സാമാന്യമായ ധൈര്യം വേണം. ഈ വിപതി ധൈര്യം എന്നൊക്കെ പറയുന്ന സംഭവം ഉന്നത നിലയിലെ പിടിയില്ലാതെ എങ്ങനെ കിട്ടാനാണ്? അതോടെ 10ാം ക്ലാസ്സും +1 +2 എഴുതുന്ന കുട്ടികൾക്കെല്ലാം ഈ ചാനലിൽ വിശ്വാസം വന്നു. ലോകത്ത് വേറെ ഒരിടത്തും കിട്ടാത്ത സംവിധാനമാണ് യൂട്യൂബിലൂടെ ഈ സ്ഥാപനം ലോകം മുഴുവൻ കാണിച്ചത്. പരീക്ഷയുടെ ചോദ്യം തലേന്ന് തന്നെ കാണിക്കുക എന്ന് പറയുന്നത് കുറഞ്ഞ കാര്യമൊന്നുമല്ല. ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ താമരശ്ശേരി DDE വിദ്യാഭ്യാസ വകുപ്പിനാണ് കത്ത് കൊടുത്തത്. ഈ സ്ഥാപനത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കത്ത്. കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങോട്ടും, ഈ ഓണപരീക്ഷ കഴിഞ്ഞപ്പോൾ താമരശ്ശേരി DDE അങ്ങോട്ടും ഓരോ കത്തയച്ച് പരസ്പരം ചെക്ക് വെച്ചു. ആ സ്ഥാപനത്തിന് ഒന്നും സംഭവിച്ചില്ല എന്നതിന്റെ തെളിവായിരുന്നു +1 കണക്കിന്റെയും 10ാം ക്ലാസ് ഇംഗ്ലീഷിന്റെയും ചോദ്യങ്ങൾ ക്രമനമ്പർ സഹിതം ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് പുറത്തുവിട്ടത്. ട്യൂഷൻ എടുക്കാൻ പ്രത്യേകിച്ച് യോഗ്യതയൊന്നും വേണ്ട എന്ന് പറയാറുണ്ട്. പഠിക്കാൻ വരുന്നവരുടെ തൃപ്തിയാണ് ട്യൂഷൻ മാസ്റ്ററുടെ യോഗ്യത. ഓൺലൈൻ ട്യൂഷൻ സെന്ററുകൾ ആയതോടെ FM റേഡിയോയിലെ ജോക്കിമാരെ പോലെ സംസാരിക്കുന്നവരാണ് അധ്യാപകരായി കൂടുതൽ എത്തുന്നത്. ഉപയോഗിക്കുന്ന ഭാഷ എന്ത് എന്ന കാര്യം പ്രശ്നമേ അല്ല. കുട്ടികൾക്ക് ശരിയായ ദിശ കാണിച്ചു കൊടുക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത്. ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതാൻ മാത്രം പഠിപ്പിക്കുന്ന ഈ ട്യൂഷൻ സെന്ററുകൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം തന്നെ അട്ടിമറിക്കുന്നതാണ് പ്രശ്നം. പൊതു പ്ലാറ്റ്ഫോമിലൂടെ കണക്കിന്റെയും ഇംഗ്ലീഷിന്റെയും ചോദ്യക്കടലാസ് മാത്രമാണ് ആ സ്ഥാപനം പുറത്തുവിട്ടത്. അവർ ക്ലോസ്ഡ് ഗ്രൂപ്പുകളിലൂടെ മുഴുവൻ ചോദ്യക്കടലാസുകളും പങ്കുവച്ചു എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. പുറത്തുവിട്ട 2 ചോദ്യക്കടലാസുകൾ കൂടുതൽ കുട്ടികളെ പിടിക്കാനായി ചൂണ്ടയിൽ കോർത്ത ഞാഞ്ഞൂലുകൾ മാത്രമായിരുന്നു. വേറെ ഇരുതലമൂലികളെയും മുതലക്കുഞ്ഞുങ്ങളെയും കാച്ചുകൊടുത്ത് പഠിക്കുന്നവർക്ക് മുന്നിൽ അഴിച്ചുവിട്ടിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. ഇതുവരെ കേസെടുക്കുന്നതിനെ കുറിച്ചും നടപടിയെടുക്കുന്നതിനെ കുറിച്ചും ഒരു വിവരവും ഇല്ലെങ്കിലും ആ സ്ഥാപനത്തിന്റെ പേര് ഇനി പുറത്തു പറയാം. MS സൊല്യൂഷൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ തന്നെ സ്വന്തം ചാനലിൽ പ്രത്യക്ഷപ്പെട്ട് ആരോപണം ആ സ്ഥാപനത്തിന് നേരെയാണെന്ന് പറഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ വേറെ നിരവധി സ്ഥാപനങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നാണ് ആ ചെറുപ്പക്കാരനായ സംരംഭകൻ പറയുന്നത്. കേരളത്തിലെ മുഴുവൻ കുട്ടികളും A+ നേടുന്നതും 30-ൽ താഴെയുള്ള മുഴുവൻ ചെറുപ്പക്കാരും വിജയിക്കുന്ന സംരംഭകരാകുന്നതും നമ്മളെ സംബന്ധിച്ച് നല്ല കാര്യമാണ്. അത് നേർവഴിക്കാണെന്ന് മറ്റു നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ കഴിയണം. ഇല്ലെങ്കിൽ ഇവിടെ നിന്നും ചെല്ലുന്നവരുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ കാനഡയിലും ഓസ്ട്രേലിയയിലും കൂട്ടിയിട്ട് കത്തിച്ച് അവർക്ക് തീ കായാം. ഇതോടെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി ഇതേ സമയം.